Virgin haben Lego. Virgin haben Lego. Virgin haben Lego. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കോക്കോമിലൺ. എൻ്റെ മകൻ കുഞ്ഞായിരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു സംസാര വിഷയമായിരുന്നു കോക്കോമിലൺ. അങ്ങനെ ഒരു വാക്ക് കേൾക്കാത്തവർക്കായി പറയാം, കോക്കോമിലൺ എന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് യൂട്യൂബ് ചാനലാണ്. കുഞ്ഞുങ്ങൾക്കായുള്ള കഥകളും റൈംസും പാട്ടുകളുമെല്ലാം കാർട്ടൂണിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ. കൊച്ചു ടി വിയും പോഗോയും കാർട്ടൂൺ നെറ്റ്വർക്കും ഒക്കെ കണ്ടു വളർന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി വെച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് കോക്കോമിലൺ. പലപ്പോഴും എൻ്റെ മകൻ്റെ കൂടെ കളിക്കുമ്പോൾ കോക്കോമിലൺ എന്ന് പറയുന്ന ചാനലിലെ പാട്ടുകളും റൈംസും കഥകളും ഒക്കെ ഞാൻ കേട്ടിരുന്ന് പോകാറുണ്ട്. അങ്ങനെയാണ് ആ ചാനലിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. ആ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളിലേക്കാണ്. ഇനി ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ കുഞ്ഞിനെ ഓട്ടിസ്റ്റിക് ആക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സൂചനകൾ കണ്ടെത്താൻ സാധിക്കും. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കോക്കോമിലൺ പോലുള്ള ഇംഗ്ലീഷ് ചാനലുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നൽകുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ പരിചയമാവണം എന്ന പ്രതീക്ഷയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു വലിയ ശതമാനത്തോളം അത്തരം പ്രതീക്ഷ വർക്കൗട്ട് ആവാറുമുണ്ട്. എന്നാൽ വിദഗ്ധരായ ചില ചൈൽഡ് സ്പെഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഇത്തരം യൂട്യൂബ് ചാനലുകൾ കുഞ്ഞുങ്ങളുടെ സംസാരശേഷിയെ തന്നെ ബാധിക്കുന്നു. അതുമാത്രമല്ല, അവരിൽ ADHD പോലുള്ള അവസ്ഥ വന്നെത്താനുള്ള കാരണവും ഇത്തരം ചാനലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിനെതിരെയുള്ള വെറുമൊരു ആരോപണം മാത്രമാണിത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. കൃത്യമായ നിരീക്ഷണത്തിലൂടെ അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള സ്ഥിരമായി കോക്കോമിലൺ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1000-ൽ കൂടുതൽ കുഞ്ഞുങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെയും അവരുടെ രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെയും കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. യഥാർത്ഥത്തിൽ കോക്കോമിലൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കുട്ടികളിൽ നല്ല സ്വഭാവം കൊണ്ടുവരിക, കുട്ടികളെ നല്ല ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുക, താങ്ക് യു, വെൽക്കം, സോറി, പ്ലീസ് തുടങ്ങിയ വാക്കുകൾ കുട്ടികളെ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും പരിചയപ്പെടുത്തുക എന്നതാണ് കോക്കോമിലൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം. 2006-ലാണ് കോക്കോമിലൺ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. കൊറിയൻ ഫിലിം പ്രൊഡ്യൂസറായ ജയ് ജിയോനും കാർട്ടൂണിസ്റ്റും കഥാകാരിയുമായ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് 2006-ൽ ചെക്ക് ഗേറ്റ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കോക്കോമിലൺ. 2013-ൽ ഈ ചാനൽ ABC കിഡ്സ് എന്ന പേരിലേക്ക് മാറ്റുകയും അതിനുശേഷം 2018-ൽ ആ ചാനലിൻ്റെ പേര് കോക്കോമിലൺ എന്നാക്കുകയും ചെയ്തു. ഇന്ന് മൂൺബഗ് എൻ്റർടൈൻമെൻറ്റ് എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഓണർഷിപ്പിലാണ് കോക്കോമിലൺ എന്ന യൂട്യൂബ് ചാനൽ. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് 2D ആനിമേഷൻ പോസ്റ്റ് ചെയ്തിരുന്ന കോക്കോമിലൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 200 മില്യൺ അടുത്താണ്. ആ 200 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ ഒരു വലിയ ശതമാനം കുഞ്ഞുങ്ങളും ADHD ബാധിതരാണ് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ADHD? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ADHD എന്ന അസുഖം കുറച്ചേറെ പ്രശസ്തമാകുന്നത് ഫഹദ് ഫാസിലൂടെയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ചെറുപ്പം മുതലേ തനിക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് എന്നും എന്നാൽ 41-ാമത്തെ വയസ്സിലാണ് താനത് തിരിച്ചറിഞ്ഞത് എന്നും ഫഫ പറയുന്നു. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലൂടെ ഈ അസുഖം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ മുതിർന്നവരിൽ അത് തിരിച്ചറിയുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. 5 മുതൽ 8% വരെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ADHD ബാധിതരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
കുഞ്ഞുങ്ങളിലേക്ക് ഈ അവസ്ഥ വന്നെത്തുന്നതിന് സോഷ്യൽ മീഡിയ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതിൽ പ്രമുഖരാണ് കൊക്കോമിലൻ എന്ന യൂട്യൂബ് ചാനൽ. ADHD ബാധിതരായവർക്ക് സാധാരണ മനുഷ്യരിൽ നിന്നും ആയുസ് 10 വയസ്സോളം കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഗവേഷകർ ഡാറ്റ അനാലിസിസിലൂടെ കണ്ടെത്തിയിട്ടുമുണ്ട്. മീറ്റ് മാസ്റ്റർ റെനോൾഡ് കിങ്സ്ലി. പക്ഷേ അവന് നിങ്ങളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു കരു പോലും നീക്കാനും കഴിയില്ല. കാരണം ജീവിച്ചിരുന്നെങ്കിൽ ഇന്നവന് വെറും 3 വയസ്സ് മാത്രമായിരിക്കും പ്രായം. 2024 ബ്രിട്ടനിലെ ഗ്രേറ്റ് മാഞ്ചസ്റ്ററിലെ വിഗനിൽ വെച്ച് ഒരു അപകടത്തിൽ അവൻ മരണപ്പെട്ടു. 30 കിലോയോളം ഭാരമുണ്ടായിരുന്ന TV യൂണിറ്റ് മറിഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. 2 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ കുഞ്ഞ് കൊക്കോമിലൻ കണ്ട് നൃത്തം ചെയ്യുന്നതിനിടെ TVയിലേക്ക് അള്ളിപ്പിടിക്കാൻ ശ്രമിച്ചതാണ് മരണകാരണമായി മാറിയത്. ആ മരണത്തിന് കാരണം കൊക്കോമിലനാണോ അതോ റെനോൾഡിൻ്റെ രക്ഷിതാക്കളുടെ അശ്രദ്ധയോ? വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിന് അഡിക്റ്റായി മാറുന്നത്? റെനോൾഡിൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ച് മണിക്കൂറുകളോളം കൊക്കോമിലൻ എന്ന യൂട്യൂബ് ചാനൽ കണ്ട് അവൻ ഇരിക്കാറുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൊക്കോമിലൻ്റെ ലോകം അവർ അവന് മുമ്പിൽ തുറന്നു കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അന്നേ ദിവസം കൊക്കോമിലൻ ഓഫ് ചെയ്തപ്പോൾ വാശി പിടിച്ച് കരഞ്ഞതുകൊണ്ടാണത്രേ അവർ പുറത്തു പോകുമ്പോൾ ആ ചാനൽ തുറന്നു വെച്ച് അവർ പോയത്. എന്നാൽ തിരികെ വന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞത് ചതഞ്ഞറിഞ്ഞു കിടക്കുന്ന കുഞ്ഞിൻ്റെ മൃതശരീരമായിരുന്നു. കൊക്കോമിലൻ എന്ന യൂട്യൂബ് ചാനൽ കുഞ്ഞുങ്ങളിൽ നിക്കോട്ടിൻ പോലെ പ്രവർത്തിക്കുന്നു. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു കമൻ്റാണത്. വെറുതെ പാട്ടുകളും കഥകളും കാർട്ടൂണിക്കായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ലഹരിയായി മാറുന്നത്? സ്ഥിരമായി കൊക്കോമിലൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ ADHD എന്ന രോഗം വരാൻ 7.7% സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതിനുള്ള കാരണമായി പറയുന്നത് കൊക്കോമിലൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന നിറങ്ങളാണ്. ചുവപ്പ്, നീല, പച്ച, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ 100% സാച്ചുറേഷനോടുകൂടിയാണ് ചാനലിൽ പ്രദർശിപ്പിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളിടുന്ന വസ്ത്രങ്ങളുടെ നിറമായാലും അതിൽ കാണുന്ന കാർട്ടൂൺ കളിപ്പാട്ടങ്ങളുടെ നിറമായാലും എല്ലാം 100% സാച്ചുറേഷനോടെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ നിറങ്ങൾ സാധാരണ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾക്കോ അല്ലെങ്കിൽ ഗെയിമുകൾക്കോ ആണ് ഉപയോഗിക്കുന്നത്. അല്പനേരം കൊക്കോമിലൻ കാണുന്ന നിങ്ങൾക്ക് പോലും TVക്ക് പുറത്തുള്ള കാഴ്ചകൾ നിറങ്ങൾ മടുപ്പുണ്ടാക്കും. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞിൻ്റെ കഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം നിറങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ സമയം സ്ഥിരമായി കുഞ്ഞുങ്ങൾ കാണുകയാണ് എങ്കിൽ അവർ ഓവർ സ്റ്റിമുലേറ്റഡ് ആവാനുള്ള സാധ്യത 23% കൂടുതലാണ് എന്ന് തെളിവുകൾ പറയുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കോർട്ടിസോൾ എന്നത് ഒരു സ്റ്റെറോയിഡ് ഹോർമോണാണ്. അതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ഹോർമോൺ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് പ്രഷറിനെയും മെറ്റബോളിസത്തെയും ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 2 മിനിറ്റ് ഇൻസ്റ്റഗ്രാം റീലെടുത്ത് നിങ്ങൾ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ അത് മണിക്കൂറുകളോളം നീണ്ടുപോകുന്നു. അതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഡോപ്പമിൻ ട്രാപ്പ് എന്ന് പറയുന്ന അവസ്ഥ. അതായത് ഓരോ റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയെയാണ് ഡോപ്പമിൻ ട്രാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ സംഗതി ഒരല്പം പ്രശ്നമാണ്. അവിടെ എന്ത് കാണുന്നു എന്നതല്ല പ്രശ്നം, ആ വിഷ്വൽസിൻ്റെ കട്ട് ടൈമാണ്. പെട്ടെന്ന് കട്ടാവുന്ന വിഷ്വൽസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഡോപ്പമിൻ ട്രാപ്പ്. ശരിക്കും ഒരു ട്രാപ്പ് തന്നെ. ഒരു കുഞ്ഞിന് അതിൽ നിന്ന് മൂരിപ്പോരുക എന്നത് ഒരല്പം പ്രയാസമുള്ള വിഷയമാണ്. കൊക്കോമിലൻ വീഡിയോകളിലേക്ക് പോയാൽ അതിൽ കാണുന്ന ക്ലിപ്പുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 സെക്കൻഡിൽ താഴെയാണ്. 1 മിനിറ്റ് സീക്വൻസ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ 20 ക്ലിപ്പുകളിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവിടെ ഡോപ്പമിൻ ട്രാപ്പിനുള്ള സാധ്യത വളരെ ഏറെയാണ്. കൊക്കോമിലൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് അതിന് പുറത്തുള്ള ലോകം വളരെ സാവധാനമായി ചലിക്കുന്നതായിട്ടാണ് തോന്നുക. അതായത് അവന് പുറത്തുള്ള ലോകം വളരെ മടുപ്പുണ്ടാക്കുന്നു. സ്വാഭാവികമായും അവൻ കൊക്കോമിലൻ ലോകത്തോട് അഡിക്റ്റഡ് ആവുന്നു. ഇത് യാദൃശ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. അവർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു സ്ട്രാറ്റജി മാത്രമാണ് ആ ചാനലിനോട് കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആവാൻ വേണ്ടി. വെറുതെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിൽ 10 സെക്കൻഡിൽ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും. സ്വാഭാവികമായും നിങ്ങളത് സ്കിപ്പ് ചെയ്ത് അടുത്ത റീലിലേക്ക് പോകും. കൊക്കോമിലൻ്റെ പാട്ടുകളിലും ഇത്തരത്തിലൊരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെ ഓരോ വരിയിലും ഓരോ വാക്കുകളും റിപ്പീറ്റ് ചെയ്ത് പാടുന്നതായി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
ശരിയാണ്, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല റൈംസിലും ഇത്തരത്തിലുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ജോണി ജോണി യെസ് പപ്പ, ബാബ ബ്ലാക്ക് ഷിപ്പ് തുടങ്ങിയ പല റൈംസിലും ഇങ്ങനെ ഓരോ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള റെപ്പിറ്റേറ്റീവ് വാക്കുകൾ ഇത്തരം റൈംസിനെ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, കോക്കോമെലിൻ്റെ റൈംസ് എടുത്ത് നോക്കിയാൽ അതിൽ മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയും. അതിലെ റിതം അതിങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട്. ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സാഹചര്യങ്ങളിൽ അത് കുഞ്ഞുങ്ങളെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടു ചെല്ലുകയും അത് കുഞ്ഞുങ്ങളുടെ മനോബലത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് ടൈംസ് ഒരു പഠനം നടത്തിയിരുന്നു. അതായത് നടന്നു തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാവ കളിക്കാൻ കൊടുത്തതിന് ശേഷം അവരെ ഒരിടത്തിരുത്തുന്നു. അവരിൽ നിന്നും ഏതാണ്ട് 20 മീറ്റർ ദൂരെ മാറി നിന്ന് കോക്കോമെലിൻ്റെ ഇൻട്രോ സോങ് അവർ പ്ലേ ചെയ്യുന്നു. ഞെട്ടിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളിൽ 74% കുഞ്ഞുങ്ങളും സെക്കൻഡുകൾ കൊണ്ട് മുട്ടിലിഴഞ്ഞ് ആ മ്യൂസിക് പ്ലേ ചെയ്ത സ്ഥലത്തേക്ക് വന്നെത്തി എന്നതാണ്. അതായത് അത്രത്തോളം ദിവസങ്ങൾ കൊണ്ട് ആ കുഞ്ഞുങ്ങളിലേക്ക് കോക്കോമെലിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കടന്നു ചെന്നിട്ടുണ്ടായിരുന്നു എന്നതാണ്. കോക്കോമെലിൻ എന്നത് ഒരു സൂപ്പർ സ്റ്റിമുലന്റ് ഡ്രഗ് പോലെയാണ് എന്ന് പല രക്ഷിതാക്കളും പറയുന്നു. അതിനൊരു കാരണമുണ്ട്. അതായത് ഇത്തരത്തിലൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്നും ഈ ഒരു ഡ്രഗ് എടുത്തു മാറ്റിയാൽ അയാളിൽ വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും എന്നത് ഊഹിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും കോക്കോമെലിൻ. കോക്കോമെലിൻ എന്ന ചാനൽ അവരിൽ നിന്നും എടുത്തു മാറ്റിയാൽ അവരിലും വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവുന്നു എന്ന് കണക്കുകൾ പറയുന്നു. വാശി, അമിതമായ ദേഷ്യം, കളിപ്പാട്ടങ്ങളും മറ്റു വസ്തുക്കളും എറിഞ്ഞ് പൊട്ടിക്കൽ തുടങ്ങിയ ടെൻഡൻസി ഇതൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കോക്കോമെലിൻ വെച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ആഴ്ചകളോളം സംസാരിക്കാതിരുന്ന മക്കളുടെ കഥയും റെഡിറ്റിൽ വായിക്കാം. ADHD, ഓട്ടിസം തുടങ്ങിയ അവസ്ഥകൾ മാത്രമല്ല, സ്പീക്കിംഗ് പ്രോബ്ലംസും സ്ഥിരമായി കോക്കോമെലിൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരാളോടൊരു വിഷയം സംസാരിക്കുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് അവർക്ക് പറയാനുള്ള വിഷയങ്ങൾ ഒരു മൂളലിലൂടെയോ അല്ലെങ്കിൽ ഒരു ആക്ഷനിലൂടെയോ ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾ പറയുന്നത് പോലെ പറയാനാണ്. ഈ പറഞ്ഞതെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളുള്ള കണ്ടെത്തപ്പെട്ട വിഷയങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞിൽ ഇത്തരത്തിലൊരവസ്ഥ കണ്ടെത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോക്കോമെലിൻ പോലുള്ള യൂട്യൂബ് ചാനലിന് നൽകി നിങ്ങൾ കൈ കഴുകുമോ? ഒരിക്കലുമില്ല. കാരണം ഒരു കുഞ്ഞ് എങ്ങനെയാകുന്നില്ല എന്നത് ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ ആ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതുപോലെ ഇരിക്കും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്ക്രീൻ ടൈം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാനസിക നിലയെയോ സ്വഭാവത്തെയോ ബാധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ അതിൽ നിന്നും അവനെ മാറ്റേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ്. ഇന്നത്തെ ചെറിയ സന്തോഷത്തിന് വേണ്ടി നാളത്തെ വലിയ വിഷമത്തിലേക്ക് ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ തള്ളിവിടാതിരിക്കുക. പ്രിയപ്പെട്ട റെനോൾഡ്, ഒരുപക്ഷെ ഈ ഭൂമിയിൽ നീ ഇനിയും ജനിച്ചു വന്നേക്കാം. അങ്ങനെയെങ്കിൽ 100% സാച്ചുറേഷനുള്ള നിറങ്ങൾ നിറയാത്ത, റാപ്പിഡ് ക്യാമറ കട്ടുകളില്ലാത്ത ഈ ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളുള്ള ഈ ലോകത്തിൽ തന്നെ നിനക്ക് ജനിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ